ഹലോ, ഇന്ന് നമുക്ക് വറുത്തരച്ച സാമ്പാറിൻ്റെയും വെള്ളരിക്ക പച്ചടിയുടെയും റെസിപ്പി നോക്കാം. ആദ്യം തേങ്ങ വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ അളവാണ് ഇവിടെ പറയുന്നത്. പാനിലേക്ക് ആദ്യം മല്ലി ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ വറ്റൽമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി കുരുമുളക് ചേർക്കാം. ഉലുവ, ജീരകം. ഉലുവയും ജീരകവും പകുതി മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി വറുത്ത് ഏകദേശം ആവാനാവുമ്പോഴാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് വറുത്തെടുക്കണം. ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് മൂത്ത് കഴിഞ്ഞ് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റണം. ഇപ്പം ഏകദേശം കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ചേർക്കാം. ഇപ്പം ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ജീരകവും ഉലുവയും ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്ത തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം അടച്ചു വെച്ച് തണുക്കാൻ വേണ്ടി വെക്കാം. സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും ഒരു കഷ്ണം വെല്ലവും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാദ്യം കുക്കറിലേക്ക് മാറ്റേണ്ട സാധനങ്ങളാണ്. അപ്പം അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. സാമ്പാർ പൗഡർ, മഞ്ഞൾ പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ആദ്യം വെള്ളം ചേർക്കാണ്ട് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ കുക്കറിന് തുറന്നു നോക്കാം. പരിപ്പും സാധനങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി കായയും ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ, വെണ്ടക്ക ഒഴികെ ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് ഒരു വിസിലും കൂടി അടിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുക്കർ തുറന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർക്കാം. അരവ് കൂടി ചേർക്കാം. ഇപ്പൊ നല്ല കട്ടിയിലാണുള്ളത്. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇപ്പൊ ആവശ്യത്തിനുള്ള ലൂസായിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൗഡർ, ഒരു തണ്ട് കറിവേപ്പില. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം വെല്ലം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വറവ് ചേർക്കാം. വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടുന്ന സമയത്ത് ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അവസാനം കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് വറവ് സാമ്പാറിലേക്ക് ചേർക്കാം. അടിപൊളി വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. ഇനി വെള്ളരിക്ക പച്ചടി നോക്കാം. വെള്ളരിക്ക നന്നായി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു വലിപ്പത്തിൽ. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം.
വെള്ളരിക്ക, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില, ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഇത്രയും ഒഴിച്ച് 3 വിസിൽ വരെ വേവിച്ചെടുക്കുക. സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇഞ്ചി, തേങ്ങ, പച്ചമുളക്, ഇത് 3ഉം തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നു നോക്കാം. വെള്ളരിക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർക്കാം. ഇപ്പോൾ പകുതി തൈരാണ് ആദ്യം ചേർക്കുന്നത്. ഇനി ആ അരപ്പ് ചേർക്കാം. ഇനി അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളരിക്ക പീസ് ചേർക്കാം. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടി വെള്ളരിക്ക വേവിച്ച വെള്ളമാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. ബാക്കിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പുളി നോക്കുക, പുളി കുറവാണെങ്കിൽ പിന്നെയും തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം ആദ്യം തേങ്ങ ഇടാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പാറും പച്ചടിയും നല്ല കോമ്പിനേഷനാണ് ചോറിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.